എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നീറ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയും അതേപോലെ തന്നെ നന്നായി ലിസൺ ചെയ്ത് പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അവിടെ അതിൽ നിന്ന് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വീഡിയോ നോക്കിയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കണം എന്നും ഞാൻ താല്പര്യപ്പെടുന്നു. അതേപോലെ എൻ്റെ ചാനലിൻ്റെ പേര് ബയോ നീറ്റ് ആൻഡ് ബോർഡ് സപ്പോർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ബോർഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. NCERT ലൈൻ ബൈ ലൈൻ ആണ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഇന്ന് നമ്മൾ ചെയ്യുന്നത് 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൻ്റെ ഫസ്റ്റ് സെഷൻ, അതേപോലെ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് 12th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ ഫസ്റ്റ് സെഷൻ ആയിരിക്കും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാണുന്ന കുട്ടികൾ അത് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വിത്തൗട്ട് ഫെയിൽ വിൽ ഗെറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും പെൻഡിങ് ആവാതെ കണ്ടിന്യൂസ് ആയി കിട്ടാൻ ഉപകരിക്കും. നമ്മളിന്നിവിടെ 11th സ്റ്റാൻഡേർഡിലെ ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റർ 1 ലിവിങ് വേൾഡ്, ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ചാപ്റ്റർ 3 പ്ലാന്റ് കിങ്ഡം, ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം. ഓക്കെ, യൂണിറ്റ് 1 ഈ 4 കിങ്ഡം നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? വിവിധ തരത്തിലുള്ള ലിവിങ് ഓർഗാനിസം ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ അതാണ് നമ്മൾ ഈ 4 ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഈ 4 ചാപ്റ്ററിൽ കൂടിയിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഓരോ ലിവിങ് ഓർഗാനിസം എങ്ങനെയാണ് ടാക്സോണമിസ്റ്റ് അതിനെ ക്ലാസിഫൈ ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്തേക്കുന്നത് നമുക്ക് ഈ ഓരോരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നൗ ബയോളജി എന്താണ്? ബയോളജി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസും അതേപോലെ ലിവിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള സയൻസ് ആണ് ബയോളജി എന്ന് പറയുന്നത്. ബയോളജി ഈസ് ദ സയൻസ് ഓഫ് ലൈഫ് ഫോംസ് ആൻഡ് ലിവിങ് പ്രോസസ്. ഈ നമ്മൾ ലിവിങ് വേൾഡ് നോക്കിയാൽ വി ക്യാൻ സി അമേസിങ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയും. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ വന്നിട്ട് അവർക്ക് ഈസിലി ദേ കുഡ് പെർസീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അവർക്ക് ഇനാനിമേറ്റ് മാറ്റർ, അതായത് ജീവൻ ഇല്ലാത്തതും ജീവൻ ഉള്ളതും തമ്മിൽ ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ പണ്ട് കാലത്ത് ആളുകൾ ഡൈഫൈഡ് എന്ന് പറഞ്ഞാൽ വർഷിപ്ഡ്, അതായത് അവർ ആരാധിച്ചിരുന്നു സം ഓഫ് ദ ഇനാനിമേറ്റ് മാറ്റർ, ചില ജീവനില്ലാത്ത മാറ്റേഴ്സ് ലൈക്ക് വിൻഡ്, സീ, ഫയർ, ഇതിനെയൊക്കെ ആരാധിച്ചിരുന്നു. അതേപോലെ ചില പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അവർ ആരാധിച്ചിരുന്നു. ഇവർ ആരാധിച്ചിരുന്ന ഈ ഇനാനിമേറ്റ് മാറ്ററിനും ആനിമൽസും പ്ലാന്റ്സും ഒരു കോമൺ ഫീച്ചർ ഉണ്ട് അവർക്ക്. ഈ ഇനാനിമേറ്റ് മാറ്ററിനും ആനിമേറ്റ് ഒബ്ജക്ട്സിനും ഒക്കെ ഒരു പണ്ട് കാലത്തുള്ള മനുഷ്യരുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് ഏവ് അല്ലെങ്കിൽ ഫിയർ ദാറ്റ് ദേ ഇവോക്ഡ്, അതായത് ഒരു എന്താ പറയുക, ഒരു ഭക്തി ജനിപ്പിച്ചിരുന്നു. അതാണ് ഇവർ ഈ ഇനാനിമേറ്റ് മാറ്ററിനെ അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലാന്റ്സിനെ ആനിമൽസിനെയൊക്കെ വർഷിപ്പ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഒരുപാട് വൈകിയാണ് ലിവിങ് ഓർഗാനിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും തുടങ്ങിയത്. ഇനി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴോ ചില ആളുകൾ ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജിയിൽ ഈ പറയുന്ന ലിവിങ് ഡൈവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ന് കാണുന്ന എനോർമസ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസത്തിലെ ഹ്യൂമൻ ബീങ്സിന് സെൻറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ബാക്കി ഓർഗാനിസത്തിനെ പഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു ലിമിറ്റഡ് പ്രോഗ്രസ് മാത്രമേ ബയോളജിക്കൽ നോളജിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഓർഗാനിസത്തിനെയും 1 by 1 എടുത്ത് പഠിക്കുക ഈസിയല്ല. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു
describe the organism, we have to identify the organism, we have to classify the organism, and we have to put the nomenclature. എന്നാൽ മാത്രമാണ് നമുക്കിതിനെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ നല്ല ക്ലിയർ ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടി ശാശ്വതമായ ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് സിസ്റ്റമാറ്റിക് ആൻഡ് മൊന്യുമെന്റൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വളരെ ചിട്ടയായതും ശാശ്വതമായ ഡിസ്ക്രിപ്ഷൻ ഓരോ ലിവിങ് ഓർഗാനിസത്തിനെ നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ഡീറ്റെയിൽ സിസ്റ്റം ഓഫ് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ചെയ്യാൻ കഴിയുന്നത്. നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് നെയിമിങ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ ഓർഗാനിസത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു വലിയ നേട്ടം എന്താണെന്നറിയോ? ദ ബിഗ്ഗസ്റ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം ഓഫ് സച്ച് സ്റ്റഡീസ് വാസ് ദ റെക്കഗ്നീഷൻ ഓഫ് ദ ഷെയറിംഗ് ഓഫ് സിമിലാരിറ്റി. അതായത് ഓർഗാനിസംസ് തമ്മിൽ സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഏത് ഡയറക്ഷനിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ലിവിങ് ഓർഗാനിസംസ് അവരുടെ ക്യാരക്ടേഴ്സ്, സിമിലാരിറ്റി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഓർഗാനിസത്തിനെ എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയും. അതായത് ഇന്ന് കാണുന്ന ലിവിങ് ഓർഗാനിസംസ്, എർത്തിൽ കാണുന്ന ലിവിങ് ഓർഗാനിസംസ്, ദേ ഷോ ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസം. അതേപോലെ തന്നെ ഇത് എർത്തിൽ ഇന്ന് കാണാത്ത പല ലിവിങ് ഓർഗാനിസത്തിന്റെ ഫോസിൽ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി പണ്ടുണ്ടായിരുന്ന എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ലിവിങ് ഓർഗാനിസത്തിനോടും നമുക്ക് ഇന്ന് കാണുന്ന ലിവിങ് ഓർഗാനിസത്തിന് സാമ്യം ഉണ്ട് എന്ന് മനസ്സിലായി. ഈ ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് ദേ സ്റ്റാർട്ട് എ കൾച്ചറൽ മൂവ്മെന്റ് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് അവർക്ക് ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുകയും അതൊരു കൾച്ചറൽ മൂവ്മെന്റ് ആയിട്ട് തന്നെ കണക്കിലെടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ടാക്സോണമിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് ടാക്സോണമി ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കോമൺ ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് 4 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Biology is the science of life forms and living processes. The living world comprises an amazing diversity of living organisms. Early man could easily perceive the difference between inanimate matter and living organism. Early man deified some of the inanimate matter as wind, sea, fire, etc., and some among the animals and plants. A common feature of all such forms of inanimate and animate objects was the sense of awe or fear that they evoked. The description of living organisms, including human beings, began much later in human history. Societies which indulged means taken part. Okay, അവർ അതിനകത്ത് അതായത് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്ന സൊസൈറ്റിയിൽ അവർ ഇൻ ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജി കുഡ് രജിസ്റ്റർ ലിമിറ്റഡ് പ്രോഗ്രസ് ഇൻ ബയോളജിക്കൽ നോളജ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആൻഡ് മൊന്യുമെന്റൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് ഫോംസ് brought in out of necessity detailed system of identification, nomenclature and classification. The biggest spin of such studies was the recognition of the sharing of similarities among living organisms both horizontally and vertically, that all present day living organisms are related to each other and also to all organisms that ever lived on this earth, was a revelation which humbled man and led to cultural movements for conservation of biodiversity. In the following chapters of this unit, you will get a description including classification of animals and plants from a taxonomist perspective. ഈ ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് ബയോളജിയിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ഏൺസ്റ്റ് മേയർ. അതായത് ഒരു വളരെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ഏൺസ്റ്റ് മേയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം ജനിച്ചത് ജൂലൈ 1904 ജൂലൈ 5, അതായത് 1904 ജൂലൈ 5 കെംപ്ടൺ എന്ന ടൗണിൽ, ജർമ്മനിയിലെ കെംപ്ടൺ എന്ന ടൗണിലാണ് അദ്ദേഹം ജനിച്ചത്.
ഏൺസ്റ്റ് മേയർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഡാർവിൻ ഓഫ് 20th സെഞ്ചുറി എന്നാണ് അറിയപ്പെട്ടത്. വൺ ഓഫ് ദ 100 ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ആണ് ഏൺസ്റ്റ് മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. എക്കാലവും അറിയപ്പെടുന്ന 100 സയന്റിസ്റ്റുകളിൽ ഒരാളാണ് ഏൺസ്റ്റ് മേയർ. ഓക്കെ, മേയർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആയിട്ട് ജോയിൻ ചെയ്തത് 1953 ആൻഡ് റിട്ടയർഡ് ഇൻ 1975. ഓക്കെ, അദ്ദേഹം റിട്ടയർ ചെയ്ത് 1975 അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് അലക്സാണ്ടർ അഗാസിസ് പ്രൊഫസർ ഓഫ് സൂവോളജി എമിറിറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് റിട്ടയർ ചെയ്യുമ്പോഴും അദ്ദേഹം ആ സെയിം പദവി അലങ്കരിച്ചുകൊണ്ടാണ് റിട്ടയർ ചെയ്യുന്നതും റിട്ടയർമെന്റിന് ശേഷവും അദ്ദേഹത്തിന് അതേ അതോറിറ്റി തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പദവി കേട്ടോ, അലക്സാണ്ടർ അഗാസിസ് പ്രൊഫസർ ഓഫ് സൂവോളജി എമിറിറ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 80-year കരിയറിൽ അദ്ദേഹം പല ഫീൽഡിലും റിസർച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷിശാസ്ത്രം, ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ സ്റ്റഡീസ് ആണ് ടാക്സോണമി. സൂ ജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആനിമൽസ് അതിന്റെ ഹാബിറ്റാറ്റ് ഇൻക്ലൂഡിങ് ഹാബിറ്റാറ്റ് ദ ആനിമൽ സ്റ്റഡിക്കാണ് സൂ ജിയോഗ്രാഫി എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്ന് പറയുന്ന പരിണാമത്തെ കുറിച്ചിട്ടുള്ള സ്റ്റഡി. അതുപോലെ സിസ്റ്റമാറ്റിക്സ്, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എവല്യൂഷണറി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ വേറെ ഓർഗാനിസം ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൂടി കൺസിഡർ ചെയ്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റഡീസിൽ അദ്ദേഹം ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് ബയോളജിയുടെ ഹിസ്റ്ററിയിലും ഫിലോസഫിയിലും ഒക്കെ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം സിംഗിൾ ഹാൻഡഡ്ലി മെയ്ഡ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഓഫ് ഡൈവേഴ്സിറ്റി. ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ല, ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിന്ന് ഡിഫറെന്റ് സ്പീഷീസ് ഉടലെടുക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഒറിജിൻ, അതേക്കുറിച്ചിട്ട് അദ്ദേഹം സിംഗിൾ ഹാൻഡഡ്ലി മെയ്ഡ് ദ ഒറിജിൻ. അതായത് അദ്ദേഹം സിംഗിൾ ഹാൻഡഡ്ലി ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം റിസർച്ച് ചെയ്തതും അത് കണ്ടുപിടിക്കുകയും ചെയ്തത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം എന്നൊക്കെ അന്ന് തന്നെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ എവല്യൂഷണറി ബയോളജിസ്റ്റിന്റെ ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് എവല്യൂഷണറി ബയോളജി ദാറ്റ് ഇറ്റ് ഈസ് ടുഡേ. അതായത് എങ്ങനെയാണ് ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസ് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ആവുന്നത് എന്നുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇന്ന് നമ്മൾ ബയോളജിക്കൽ സ്പീഷീസ് എന്ന് പറയുന്നതിന് കറന്റ്ലി നമ്മൾ ബയോളജിക്കൽ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റ്, ബയോളജിക്കൽ സ്പീഷീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റും ഏൺസ്റ്റ് മേയർ തന്നെയാണ്. ബയോളജിക്കൽ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദേ ക്യാൻ ഇന്റർബ്രീഡ് എമംഗ് ദംസെൽഫ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്. ഒന്നുകൂടി പറഞ്ഞുതരാം. എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദേ ക്യാൻ ഇന്റർബ്രീഡ് എമംഗ് ദംസെൽഫ്. അതായത് ഒരു ഗ്രൂപ്പ് ഓർഗാനിസം അവർക്ക് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യേ ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദ ഫെർട്ടൈൽ ഓസ്പ്രിങ്. അവർക്ക് നെക്സ്റ്റ് ജനറേഷൻ, ഫെർട്ടൈൽ ആയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു സ്പീഷീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിച്ച് ഈസ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്നും നമുക്ക് പറയാം കേട്ടോ. അതിൽ നല്ല സ്പീഷീസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് അമംഗ് ദംസെൽഫ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ദ ഫെർട്ടൈൽ ഓസ്പ്രിങ്. അപ്പൊ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റ് ഏൺസ്റ്റ് മേയർ ആണ്. അതേപോലെ തന്നെ ഏൺസ്റ്റ് മേയർ ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി എന്ന 3 പ്രൈസസ് അവാർഡഡ് ആണ് ഈ പറയുന്ന ഏൺസ്റ്റ് മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കേട്ടോ. എന്തൊക്കെയാണ് പ്രൈസ് നോക്കാം. ബൾസാം പ്രൈസ് ഇൻ 1983, ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി ഇൻ 1994 ആൻഡ് ക്രാഫ്റ്റ് പ്രൈസ് ഇൻ 1999. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി വാസ് അവാർഡഡ് ബൈ വിച്ച് സയന്റിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏൺസ്റ്റ് മേയർ ആണ്. അദ്ദേഹം ജനിച്ച വർഷം 1904, അദ്ദേഹം മരിച്ചത് 2004. അപ്പോൾ അദ്ദേഹം 100 years ജീവിച്ചതിന് ശേഷം ആണ് ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 100 ഇൻ ദ ഇയർ 2004. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഏൺസ്റ്റ് മേയർ is the scientist born on 5th July 1904 in Kempten, Germany. Ernst Mayr, the Harvard University evolutionary biologist who has been called the Darwin of the 20th century, was one of the 100 greatest scientists of all time.
Mayer joined the Harvard Faculty of Arts and Science in 1953 and retired in 1975, assuming the title as Alexander Agassiz Professor of Zoology Emeritus. Throughout his nearly 80-year career, his research spanned ornithology, taxonomy, zoo geography, evolution, systematics, and the history and philosophy of biology. He almost single-handedly made the origin of species diversity in the central question of evolutionary biology that it is today. He also pioneered the currently accepted definition of a biological species. Mayer was awarded the 3 prizes widely regarded as the Triple Crown of Biology: the Balzam Prize in 1983, International Prize for Biology in 1994, and the Crawford Prize in 1999. Mayer died at the age of 100 in the year 2004. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ലിവിങ് വേൾഡ്, നമ്മൾ ഈ ലിവിങ് വേൾഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് അല്ലേ. പല തരത്തിൽ പല റേഞ്ചിലുള്ള ലിവിങ് ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. അത് എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസത്തിനെ കാണുമ്പോൾ ഇറ്റ് ഈസ് റിയലി അമേസിങ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഡൈവേഴ്സിറ്റി. ഓക്കെ, അത് ചിലപ്പോൾ കോൾഡ് മൗണ്ടൻസിലാവാം, അതേപോലെ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കുന്ന മരങ്ങളുള്ള ഫോറസ്റ്റ് അല്ലെങ്കിൽ ക്ഷണികമായിട്ടുള്ള ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് ഡെസിഡുവസ് ഫോറസ്റ്റ് കേട്ടോ. അതേപോലെ ഓഷ്യനിൽ, ഫ്രഷ് വാട്ടർ ലേക്കിൽ, ഡെസേർട്ടിൽ, ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ചൂട് നീരുറവ ലാവയൊക്കെ ഉള്ള സ്ഥലത്തും ഈ പറയുന്ന ലിവിങ് ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് വളരെ അമേസിങ് ആയിട്ട് കാണുന്ന ഒരു കുറേ ക്രിയേച്ചേഴ്സ് ലൈക്ക് ഗാലോപ്പിംഗ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന ഹോഴ്സിനെയാണ് ഗാലോപ്പിംഗ് ഹോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, ദേശാടന കിളികൾ, അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉള്ള ഒരു താഴ്വര, അതിനെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അറ്റാക്കിംഗ് ഷാർക്ക്, ഇതൊക്കെ നമുക്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡീപ് സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ഏവ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എക്കോളജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഹൗ ഇറ്റ് ഈസ് ലിവിങ് ബൈ കോഓപ്പറേഷൻ ആസ് വെൽ ആസ് ബൈ എ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മത്സരിച്ചും അതുപോലെ കോപ്പറേറ്റ് ചെയ്തും ഒരു എക്കോസിസ്റ്റത്തിൽ ഈ ലിവിങ് ഓർഗാനിസംസ് കാണുന്നത് അത് റിയലി വണ്ടർഫുൾ ആണ് അല്ലേ. അതേപോലെ തന്നെ വി ക്യാൻ സീ ഇൻ എ പോപ്പുലേഷൻ ദീസ് വിൽ ബി ഇന്ററാക്ടിങ്. പോപ്പുലേഷൻ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഒരു സ്പീഷീസിലുള്ള ഓർഗാനിസംസ് അവർ കോമ്പീറ്റ് ചെയ്തും അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്തും ജീവിക്കുന്ന കാണാം. അതേപോലെ തന്നെ എമംഗ് ദ പോപ്പുലേഷൻ, രണ്ട് പോപ്പുലേഷൻ്റെ ഇടയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലും നമുക്ക് ഈ പറയുന്ന ഇന്ററാക്ഷൻസ് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ ഒരു മോളിക്കുലാർ ട്രാഫിക് ഇൻസൈഡ് എ സെൽ, ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള മോളിക്കുലാർ ട്രാഫിക്. എന്താ മോളിക്കുലാർ ട്രാഫിക് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ബയോമോളിക്യൂൾസ് തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും, റിയാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അതൊരു മോളിക്കുലാർ ട്രാഫിക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ബയോമോളിക്യൂൾസ് തമ്മിൽ നടക്കുന്ന ഇന്ററാക്ഷൻസ് ദാറ്റ് മേക്ക് എ മോളിക്കുലാർ ട്രാഫിക് ഇൻസൈഡ് എ സെൽ. ഓക്കെ, ഇതെല്ലാം കൊണ്ടുവന്ന് എത്തിക്കുന്ന എന്താണ്, ആക്ച്വലി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫ്, വാസ്തവത്തിൽ ലൈഫ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യനിലേക്കാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് വിത്തിൻ ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് ലിവിങ് ഓർഗാനിസം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, എന്താണ് നോൺ ലിവിങ്ങിൽ നിന്ന് ലിവിങ്ങിനെ സെപ്പറേറ്റ് ആക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫിലോസഫിക്കൽ വണ്ണാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ലൈഫ് എന്നുള്ളതാണ്. നമ്മളൊരു ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ആൻസർ ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലിവിങ്, അത് നമുക്ക് എങ്ങനെയാണ് ലിവിങ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി അത്രയും ഞാനൊന്ന് വായിക്കാം. ഹൗ വണ്ടർഫുൾ ഈസ് ദ ലിവിങ് വേൾഡ്. The wide range of living type is amazing. The extraordinary habitats in which we find living organisms, be it called mountains, deciduous forest, ocean, freshwater lakes, desert or hot springs,
leave us speechless. The beauty of galloping horse of the migrating birds, the valley of flowers, or the attacking shark evokes awe and a deep sense of wonder. The ecological conflict എന്ന് പറഞ്ഞാൽ സംഘട്ടനം, അതായത് എന്താ പറയുക, മത്സരം. So ecological conflict and cooperation among members of a population and among populations of a community, or even the molecular traffic inside a cell, make us deeply reflect on what indeed is life. എന്താണ് വാസ്തവത്തിൽ ലൈഫ് എന്ന് പറയുന്നത്? This question has two implicit questions within it. The first is a technical one and seek answer to what living is as opposed to non-living, and the second is a philosophical one and seek answer to what the purpose of life is. As scientists, we shall not attempt answering the second question. We will try to reflect on what is living. What is living? എന്താണ് ലിവിങ് എന്ന് പറയുന്നത്? നമ്മൾ ലിവിങ് എന്നുള്ള അതിനൊരു നിർവചനം അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഷുവർ വി വിൽ ലുക്ക് ഫോർ സം ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എക്സിബിറ്റഡ് ബൈ ലിവിങ് ഓർഗാനിസം, അല്ലേ? ഒരു ലിവിങ് എന്നുള്ള ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുക. അങ്ങനെയുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെന്റ് ഓർ കോൺഷ്യസ്നെസ്, ആൻഡ് മൗണ്ട് എ സ്യൂട്ടബിൾ റെസ്പോൺസ് കം ടു അവർ മൈൻഡ് ഇമ്മീഡിയറ്റ്ലി ആസ് യുണീക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം, അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെന്റ്, ദീസ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അത് ഈ യുണീക് ഫീച്ചർ ലിവിങ് ഓർഗാനിസത്തിന്റെ മാത്രം ഫീച്ചർ ആവുമ്പോൾ ദാറ്റ് ക്യാൻ ഡിഫൈൻ എ ലൈഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ദ ബയോകെമിക്കൽ റിയാക്ഷൻ വിച്ച് ഈസ് ഒക്കറിങ് ഇൻസൈഡ് ദ സെൽ, അതായത് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ബയോമോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ്, അതാണ് ബയോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെറ്റാബോളിക് റിയാക്ഷൻസ്, അത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതേപോലെ എബിലിറ്റി ടു സെൽഫ് റിപ്ലിക്കേറ്റ്, അതായത് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുക, സെൽഫ് ഓർഗനൈസ് ചെയ്യാൻ കഴിയുക. അതായത് ഇപ്പോൾ ഒരു പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിലുള്ള മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസും ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അതേപോലെ തന്നെ സെൽസ് കൂടിയിട്ട് ഒരു ടിഷ്യൂ, ഒരു ഓർഗനൈസേഷൻ, ആ ടിഷ്യൂ എന്ന് പറയുന്നത് ഒന്ന് ഓർഗനൈസ് ചെയ്തതാണ്, സെൽ ഓർഗനൈസ് ചെയ്തതാണ്, അല്ലെ? അങ്ങനത്തെ ആ സെൽഫ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് അനദർ ക്യാരക്ടർ ഓഫ് ദിസ് ലിവിങ് ഓർഗാനിസം. അതേപോലെ തന്നെ ഈ ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ലിവിങ് ഓർഗാനിസം, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കുറച്ച് ഇലാബറേറ്റ് ആയി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, so we will just read it. When we try to define living, we conventionally look for distinctive characteristics exhibited by living organisms: growth, reproduction, ability to sense environment, and mount a suitable response come to our mind immediately as unique feature of living organism. One can add a few more features like metabolism, ability to self-replicate, self-organize, interact, and emergence to this list. Let us try to understand each of these. ഇനി ഫസ്റ്റ് നമ്മൾ ഗ്രോത്ത് എന്ന ക്യാരക്ടറിനെ കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു ഓർഗാനിസത്തിന്റെ മാസ് കൂടുക അല്ലെങ്കിൽ അതിന്റെ നമ്പർ കൂടുക, ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിസം വളരുക എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് കൂടുന്നതിനെ, മാസ് കൂടുന്നതിനെയാണ് വളരുക എന്ന് പറയുന്നത്. ആ മാസ് കൂടാൻ കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ആണ്, അല്ലെ? ആ സെല്ലിന്റെ നമ്പർ കൂടുമ്പോഴാണ് എന്ത് കൂടുന്നത്? മാസ് കൂടുന്നത്. അല്ലാതെ സെല്ല് വലുതായിട്ടല്ല മാസ് കൂടുന്നത് കേട്ടോ. അപ്പൊ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ അതിന്റെ ഗ്രോത്ത് നടക്കുന്ന ബൈ സെൽ ഡിവിഷൻ ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ദെയർ ഗ്രോത്ത് ഇറ്റ് വിൽ ഒക്കർ ബൈ സെൽ ഡിവിഷൻ.
ഇനി പ്ലാന്റ്സിന്റെ കേസിൽ പ്ലാന്റ്സ് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലെ. അവിടെ സെൽ ഡിവിഷൻ നടക്കുന്ന കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവരുടെ ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് ഈ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് അവിടെ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് ത്രൂ ടിൽ ദെയർ ഡെത്ത് എന്നാണ്. പക്ഷെ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഈ ഗ്രോത്ത് ഒരു പർട്ടിക്കുലർ ഏജ് വരെ കാണുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രോത്ത് നടക്കുന്ന ചില ഏരിയാസ് ദാറ്റ് വിൽ ഗെറ്റ് ക്ലോസ്ഡ്. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ ലോക്കോമോഷണൽ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ ഗ്രോത്ത് വന്ന് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആയിരിക്കും. പക്ഷെ ആനിമൽസിന്റെ കേസിൽ ഗ്രോത്ത് ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുക. ഓക്കെ, ഇനി സെൽ ഡിവിഷൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ചിലപ്പോൾ റിപ്പയറി പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടിഷ്യൂസിൽ എന്തെങ്കിലും ഡാമേജ് പറ്റി അതിനകത്ത് ചില സെല്ലൊക്കെ ലോസ് ആവുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് നടക്കും, സെൽ ഡിവിഷൻ നടക്കും. അത് റീജനറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്ന സെൽ ഡിവിഷൻ വഴിയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഗ്രോത്തും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവന്റ്സ് ആണ്. മ്യൂച്വലി ഒരേ സമയം ഒന്നുപോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഗ്രോത്തും സെൽ ഡിവിഷനും. അത് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇൻവിട്രോ കൾച്ചറിൽ. ഇൻവിട്രോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി കണ്ടീഷനിൽ ലിവിങ് ഓർഗാനിസത്തിനെ ഔട്ട്സൈഡ് എൻവറോൺമെന്റിൽ വളർത്തുക. അതായത് നമ്മളൊരു ന്യൂട്രിയൻ മീഡിയയിൽ വളർത്തുമ്പോൾ സിംപ്ലി നമ്മൾ അതിന്റെ നമ്പർ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ number when we count under the microscope we can see this growth it will be seen by increasing the number of cells. Okay, അപ്പോൾ ഓരോ സെല്ല് കൂടുന്നതനുസരിച്ചാണ് നമ്മൾ അത് ഗ്രോ ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഇനി മെജോറിറ്റി ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ കേസിലെ ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ് കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ്. അതായത് രണ്ട് പ്രോസസ്സാണ്. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സ്, ഗ്രോത്ത് എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സാണ്. അതായത് സെൽ ഡിവിഷൻ നടന്ന പുതിയൊരു ഓർഗാനിസം ഉണ്ടായി റീപ്രൊഡ്യൂസ് ചെയ്യല്ല അവർ ചെയ്യുന്നത്. അവിടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വേറെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഗ്രോത്ത് പോലെയല്ല. സോ ഹിയർ ഹയർ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും കേസിൽ നമുക്ക് ഇതൊരു മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോഡി മാസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ശരിക്കും ഗ്രോത്ത് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ഗ്രോത്ത് കാണാൻ കഴിയും, ഇൻക്രീസ് ഇൻ ബോഡി മാസ് കാണാൻ കഴിയും അല്ലെ. എക്സാമ്പിൾ ഈ ഫീസ് മൗണ്ടൻസും ബിൽഡിങ്സും സാൻഡ് മൗണ്ട്സും ഒക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് സർട്ടൻ പാർട്ടിക്കിൾസ് ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ് സർഫസ് ആണ്. accumulation of certain particle on the surface of this mountain അല്ലെങ്കിൽ ബിൽഡിംഗ്, ഇതിനെ നമ്മൾ എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്നാ പറയാ. പക്ഷെ ലിവിങ് ഓർഗാനിസത്തിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിൽ നിന്ന്, അതായത് ഗ്രോത്ത് ഇറ്റ് ഒക്കേഴ്സ് ഫ്രം ഇൻസൈഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോത്ത് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. എന്തുകൊണ്ടാണ് ഗ്രോത്ത് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിലെ കാണുന്നുണ്ട്, പക്ഷെ നോൺ ലിവിങ് ഒബ്ജക്റ്റിലും നമുക്ക് ഗ്രോത്ത് കാണാൻ കഴിയും അല്ലെ. ഗ്രോത്ത് രണ്ട് തരത്തിലാണെങ്കിൽ കൂടി ഗ്രോത്ത് എന്ന് പറയുന്ന ഇൻക്രീസ് ഇൻ മാസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് രണ്ടും നമുക്ക് ലിവിങ് ഓർഗാനിസത്തിലും നോൺ ലിവിങ് ഒബ്ജക്റ്റിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗ്രോത്തിന് ഒരു ഡിഫൈനിങ് ഫീച്ചർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. വി ക്യാൻ ജസ്റ്റ് സേ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ഇനി ഈ ഡെഡ് ഓർഗാനിസത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. ഡെഡ് ഓർഗാനിസം ദേ വിൽ നോട്ട് ബി ഹാവിങ് ഗ്രോത്ത്. ഇനി നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. All living organisms grow. Increase in mass and increase in number of individual are twin characteristics of growth. A multicellular organism grows by cell division. In plants, this growth by cell division occurs continuously throughout their lifespan. അതിനെയാണ് indefinite growth എന്ന് പറയുന്നത്. In animals, this growth is seen only up to certain age. That is called as definite growth. However, cell division occurs in certain tissues to repair lost cells. That is for the regeneration. Unicellular organisms also grow by cell division. One can easily observe this in vitro cultures by simply counting the number of cells under the microscope. In majority of higher animals and plants, growth and reproduction are mutually exclusive events.
But in unicellular organism, it is mutually inclusive events. One must remember that increase in body mass is considered as growth. Non-living objects also grow if we take increase in body mass as a criterion for growth. Mountains, boulders and sand mounds do grow. However, this kind of growth exhibited by non-living objects is by accumulation of material on the surface. In living organisms, growth is from inside. Growth, therefore, cannot be taken as a defining property of living organisms. Conditions under which it can be observed in all living organisms have to be explained, and then we understand that it is a characteristic of living organisms. A dead organism does not grow.